ഈ സീനിൽ ക്രിട്ട് എപ്പോഴും സിരിയെ ഇത്രയും സപ്പോർട്ട് ചെയ്യുന്നത് നുട്ടിന് ഒട്ടും ഇഷ്ടമാകുന്നില്ല. അവൾ ഈ കാര്യം ഓപ്പൺലി അവനോട് ചോദിക്കുന്നുണ്ട്. നീ ഞങ്ങളുടെ ഫാമിലിയിലുള്ളവരാണെങ്കിലും നീ കുറച്ച് കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് സിരിയാണെന്ന് നുട്ട് പറയുന്നു. ഞാൻ നിങ്ങൾ രണ്ടുപേരുടെ ലോയറാണ്. നിങ്ങൾക്ക് ആർക്ക് എന്ത് പ്രശ്നം വന്നാലും അവരെ ഹെൽപ്പ് ചെയ്യേണ്ടത് എൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. അല്ലാതെ ഒരാളെ കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നു മറ്റയാളെ കുറച്ച് സപ്പോർട്ട് ചെയ്യുന്നു അങ്ങനെയൊന്നുമില്ല എന്ന് ക്രിട്ട് പറയുന്നു. സീന രാത്രി മുഴുവൻ തീയുടെ കൂടി ഇരിക്കുന്നു. അവൾ ഒരുപാട് സാഡായിരുന്നു. അവൻ ഈ അവസ്ഥ വരാൻ ഒരു കണക്കിന് പറയുകയാണെങ്കിൽ താനാണ് കാരണം എന്നാണ് അവൾ വിശ്വസിക്കുന്നത്. കാരണം അവളുടെ ജീവൻ രക്ഷിക്കാൻ ശ്രമിച്ചപ്പോഴാണ് തീക്ക് അവസ്ഥ വന്നത്. ഞാൻ നിന്നോട് പ്രോമിസ് ചെയ്യാണ്, നിന്നോട് ഇങ്ങനെ ചെയ്ത ആരാണെങ്കിലും ഞാൻ കണ്ടെത്തുമെന്ന് സീന പറയുന്നു. നെക്സ്റ്റ് ഡേ മോർണിംഗിൽ തന്നെ സീന തീയുടെ ഫ്രണ്ടായ ആ പോലീസ് ഓഫീസറിനെ കാണാൻ വരുന്നു, ഈ കേസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ. അതേസമയം തീക്ക് ബോധം വരുന്നു. സീന ഒഴിച്ച് ബാക്കി എല്ലാ ഫാമിലി മെമ്പേഴ്സും അവിടെ ഉണ്ടായിരുന്നു. ബോധം വന്ന ഉടനെ അവൻ ആദ്യം ചോദിക്കുന്നത് സിരിയെക്കുറിച്ചാണ്. മോം, സിരി ഓക്കെ അല്ലേ? അവൾക്കൊന്നും പറ്റിയില്ലല്ലോ എന്ന് ചോദിക്കുന്നു. നീ ഇത്രയും ടെൻഷൻ ആകേണ്ട ആവശ്യമില്ല, സിരിയ സേഫ് ആണ്. നീ ഇപ്പോൾ നിന്നെക്കുറിച്ച് വറി ചെയ്യാൻ മദർ പറയുന്നുണ്ട്. സിരിയയ്ക്ക് ഇപ്പോൾ ചെറുതായി നടക്കാൻ പറ്റുന്ന കാര്യം ഫാമിലി മെമ്പേഴ്സ് വഴി തീ അറിയുന്നുണ്ട്. അവൻ ഒരുപാട് ഹാപ്പി ആകുന്നു. സീന തീയെ കാണാൻ വരുന്നു. പക്ഷെ അവൾ വരുന്നത് കുറച്ച് ലേറ്റ് ആയിട്ടാണ്. നീ എവിടെ പോയിരിക്കുകയായിരുന്നു? എന്താ ലേറ്റ് ആയെന്ന് അവൻ ചോദിക്കുന്നുണ്ട്. ഞാൻ നിന്റെ ഫ്രണ്ടിനെ കാണാൻ പോയിരിക്കുകയായിരുന്നു. നമുക്ക് നേരെ നടന്ന് ഈ അറ്റാക്കിനെ കുറിച്ച് സംസാരിക്കാമെന്ന് അവൾ പറയുന്നു. അവളെ നോക്കി തീ സ്മൈൽ ചെയ്യുന്നുണ്ട്. കാര്യം എന്താണെന്ന് സീന ചോദിക്കുമ്പോൾ, ഞാൻ സത്യത്തിൽ ഒരുപാട് ഹാപ്പിയാണ് നിന്നെ ഇങ്ങനെ കണ്ടതിൽ. നിനക്കിപ്പോൾ സപ്പോർട്ട് യൂസ് ചെയ്ത് ഇത്രയും നടക്കാൻ പറ്റുന്നില്ലേ? അതൊരു വലിയ കാര്യമാണ്. കൺഗ്രാറ്റുലേഷൻസ് എന്ന് അവൻ പറയുന്നു. ഇവിടെ പായുടെ ഹസ്ബൻഡിനെ ആരോ കോൾ ചെയ്യുന്നു. എത്രയും പെട്ടെന്ന് കണ്ട്രി വിട്ടു പോകാൻ അയാളോട് പറയുന്നുണ്ട്. പായുടെ ഹസ്ബൻഡ് ഒരുപാട് ടെൻഷനിലാകുന്നു. അവിടുന്ന് പോകാൻ തുടങ്ങുമ്പോൾ തൻ്റെ വൈഫിനെയും അസിസ്റ്റന്റിനെയും കാണുന്നുണ്ട്. ഇവ രണ്ടുപേരോടും അദ്ദേഹം കള്ളം പറയുന്നു. ഒരു ഇമ്പോർട്ടൻറ്റ് മീറ്റിങ്ങിന് പോവുകയാണെന്ന് പറഞ്ഞ് അവിടുന്ന് പോകുന്നുണ്ട്. സീനയും തീ ഹോസ്പിറ്റലിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. സീന തീയോട് നിന്റെ ഇഞ്ചുറി ഇപ്പോൾ എങ്ങനെയുണ്ട്, പെയിൻ ഉണ്ടോ, നീ ഓക്കെ ആണെന്നൊക്കെ ചോദിക്കുന്നു. നീ സാധാരണ എന്നോട് പ്രോപ്പറായി ഒന്നും സംസാരിക്കാത്തയാണല്ലോ, ഇന്നിത് എന്തു പറ്റി ഇത്രയും സ്നേഹത്തോടെ എന്നെ കെയർ ചെയ്യുന്നു, എൻ്റെ കണ്ടീഷനെ കുറിച്ച് ചോദിക്കുന്നു. എന്തായാലും ചോദിച്ച സ്ഥിതിക്ക് സത്യം പറയാം, ഞാനിപ്പോൾ ഓക്കെയാണ്, പെയിനൊന്നും ഇല്ലാന്ന് അവൻ പറയുന്നുണ്ട്. എന്നാലും തീയുടെ ഈ കണ്ടീഷൻ കണ്ട് സീന സാഡായിരുന്നു. ഇത് തീ ശ്രദ്ധിക്കുന്നുണ്ട്. എനിക്കൊരു ഇൻഫോർമേഷൻ കിട്ടിയെന്ന് തീ പറയുന്നു. എന്ത് ഇൻഫോർമേഷനാ എന്നോട് പറയാൻ സീന പറയുമ്പോൾ, അതിന് നീ എൻ്റെ അടുത്ത് വരണം, ഉറക്കെ പറയാൻ പറ്റില്ല എന്ന് അവൻ പറയുമ്പോൾ, എന്താണെങ്കിലും നീ അവിടെ വെച്ച് പറഞ്ഞാൽ മതിയെന്ന് സീനയും പറയുന്നു. അങ്ങനെയാണെങ്കിൽ നീ അറിയണ്ട, ഞാൻ നിന്നോട് പറയില്ല എന്ന് തീ പറയുന്നുണ്ട്. കാര്യം എന്താണെന്ന് അറിയാൻ സീനയും ക്യൂരിയസ് ആകുന്നു. കേൾക്കാനായി അവൾ അവൻ്റെ അടുത്തേക്ക് വരുമ്പോൾ അവൻ അവളെ ഹിറ്റ് ചെയ്യുന്നുണ്ട്. ഇതാ നിന്റെ ഇൻഫർമേഷൻ, ഞാൻ കുറേ നേരമായി ശ്രദ്ധിക്കുന്നു. നീ എന്തൊക്കെയോ ആലോചിച്ചിരിക്കുകയാണ്, ഇവിടെയല്ല. നിന്നെ ഇവിടെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ചെയ്തതെന്ന് അവൻ പറയുന്നുണ്ട്. സീനയ്ക്കാണെങ്കിൽ ദേഷ്യം വരുന്നു. നീ എപ്പോഴും എന്നെ ഇങ്ങനെ ഹിറ്റ് ചെയ്യാറുണ്ട്, എന്നെ ടീസ് ചെയ്യാറുണ്ട്. ഞാൻ പോവുകയാണ്, എൻ്റെ സ്റ്റിക്ക് വിടാൻ പറഞ്ഞ് അവൾ അവിടുന്ന് പോകാൻ തുടങ്ങുന്നു. പക്ഷേ അവൻ ആ സ്റ്റിക്ക് വിടുന്നില്ല. അതെടുക്കാൻ ശ്രമിക്കുമ്പോൾ സീന ബൈ മിസ്റ്റേക്ക് അവൻ്റെ ക്ലോസ് ആയിട്ട് വീഴുന്നു. രണ്ടുപേരും പരസ്പരം നോക്കുന്നു. സീനയ്ക്ക് ഒരുപാട് അൺകംഫർട്ടബിൾ ഫീൽ ചെയ്യുന്നു. അവളുടെ ഹാർട്ട് ബീറ്റ് എല്ലാം ഒരുപാട് കൂടുന്നുണ്ട്. അവനെ പുഷ് ചെയ്ത് അവൾ അവിടുന്ന് പോകാൻ തുടങ്ങുന്നു. എനിക്ക് സത്യത്തിൽ നിന്നോട് ഒരു കാര്യം പറയാനുണ്ട്, അടുത്തേക്ക് വരാൻ അവൻ പറയുന്നു. ഇല്ല, നീ എന്നെ വീണ്ടും ഹിറ്റ് ചെയ്യും, ഞാൻ വരില്ല എന്ന് അവൾ പറയുമ്പോൾ ഇത് കാര്യമായിട്ടാ. അടുത്തു വരാൻ അവൻ പറയുന്നു. സീൻ അവൻ്റെ അടുത്ത് വരുന്നുണ്ട്. നിന്റെ കയ്യിൽ ഞാൻ സൂക്ഷിക്കാനായി ഒരു പെൻഡ്രൈവ് വന്നില്ലേ, അതിപ്പോഴും സേഫായിട്ട് കയ്യിലുണ്ടോ എന്ന് അവൻ ചോദിക്കുന്നു. അതിപ്പോഴും തൻ്റെ കയ്യിലുണ്ടെന്ന് സീന പറയുന്നുണ്ട്. ഇവർ രണ്ടുപേരും ഈ സംസാരിക്കുന്നത് പാ കേൾക്കുന്നു. ഇവർ രണ്ടുപേരും തൻ്റെ ഹസ്ബൻഡിനെ കുറിച്ച് പറയുന്നതെന്ന് പായ്ക്ക് മനസ്സിലാകുന്നു. ഇവരുടെ കയ്യിൽ തൻ്റെ ഹസ്ബൻഡിനെതിരെ എന്തോ പ്രൂഫ് കിട്ടിയെന്നും ഇത് വെച്ച് അദ്ദേഹം ജയിലിൽ പോകാൻ വരെ ചാൻസ് ഉണ്ടെന്നും പായ്ക്ക് മനസ്സിലാകുന്നു. അവൾക്ക് ഒരുപാട് ടെൻഷൻ ആകുന്നുണ്ട്. അവൾ ഒരുപാട് തവണ ഹസ്ബൻഡിനെ കോൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും കോൾ കണക്റ്റ് ആകുന്നില്ല. അവൾ ടെൻഷനിൽ നേരെ വരുന്നത് സീനിയർ റൂമിലേക്കാണ്. തൻ്റെ ഹസ്ബൻഡിനെ ജയിലിൽ വിടാൻ മാത്രം എന്ത് പ്രൂഫാണ് ഇവളുടെ കയ്യിലുള്ളതെന്ന് അറിയാനായി ആ റൂം മുഴുവൻ സെർച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടേക്ക് നൺ വരുന്നു. അവളുടെ സൗണ്ട് കേൾക്കുമ്പോൾ പെട്ടെന്ന് പോയി വാഷ്റൂമിൽ ഹൈഡ് ചെയ്യുന്നുണ്ട്. നണ്ണാകട്ടെ ഇതൊന്നും അറിയുന്നില്ല. കഴുകാനുള്ള തുണി എടുക്കാൻ വന്നെയാണ് അവൾ റൂമിൽ നിന്ന് തുണി എടുത്തിട്ട് അവിടുന്ന് പോകുന്നു. വീണ്ടും ആ റൂം മുഴുവൻ സെർച്ച് ചെയ്യുന്നു. വീൽ ചെയറിൽ നിന്ന് ആ പെൻഡ്രൈവ് അവൾക്ക് കിട്ടുന്നുണ്ട്. കാര്യം എന്താണെന്ന് അറിയാൻ അവൾ ആ പെൻഡ്രൈവ് ഓപ്പൺ ചെയ്യുന്നു.
ഹസ്ബൻഡ് ചെയ്ത ഇല്ലീഗൽ കാര്യങ്ങളുടെ ഒരുപാട് ഡീറ്റെയിൽസ് ആ പെൻഡ്രൈവിൽ ഉണ്ടായിരുന്നു. അതോറിറ്റീസിന്റെ കയ്യിൽ ഈ പ്രൂഫ് കിട്ടുകയാണെങ്കിൽ തന്റെ ഹസ്ബൻഡ് കുറെ നാൾ ജയിലിൽ കിടക്കേണ്ടി വരുമെന്ന് അവൾക്ക് മനസ്സിലാകുന്നുണ്ട്. അവൾ ആ പെൻഡ്രൈവ് എടുത്ത് പെട്ടെന്ന് അവിടുന്ന് പോകാൻ തുടങ്ങുന്നു. പക്ഷെ പെട്ടെന്ന് അവളുടെ മദർ അവളുടെ മുന്നിലേക്ക് വരുന്നു. എന്തു പറ്റി, നീ എന്താ ഇത്രയും ടെൻഷനിൽ നിന്ന് മദർ ചോദിക്കുന്നുണ്ട്. മദർ ആരെങ്കിലും മദറിനോട് എന്നെയോ എൻ്റെ ഹസ്ബൻഡിനെ കുറിച്ചോ എന്തെങ്കിലും പറയുകയാണെങ്കിൽ അതൊന്നും വിശ്വസിക്കരുത്. ഈ കാര്യം സിരിയോ നമ്മുടെ വീട്ടിലുള്ള ആരെങ്കിലും പറഞ്ഞാൽ പോലും മദർ വിശ്വസിക്കരുതെന്ന് പാ പറയുന്നുണ്ട്. നീ എന്തൊക്കെ ഈ പറയുന്നത്? ഒരു ബന്ധവുമില്ലാത്ത കാര്യങ്ങൾ എന്തിനാ സംസാരിക്കുന്നത്? എന്തു പറ്റിയെന്ന് മദർ ചോദിക്കുന്നു. കാര്യം എന്താണെന്ന് ക്ലിയർ ആയിട്ട് പറയാൻ മദർ പറയുന്നുണ്ട്. പക്ഷെ പാ ഒന്നും പറയാതെ പെട്ടെന്ന് അവിടുന്ന് പോകുന്നു. ഇങ്ങനെ വെപ്രാളപ്പെട്ട് പോകുന്ന വഴിക്ക് അവൾ നേരെ വന്ന് തട്ടുന്നത് നണ്ണിനെയാണ്. അവളുടെ കയ്യിലുണ്ടായിരുന്ന എല്ലാ സാധനങ്ങളും താഴെ വീഴുന്നു, കൂട്ടത്തിൽ ആ പെൻഡ്രൈവും. പാ പെട്ടെന്ന് പെൻഡ്രൈവ് എടുത്ത് അവിടുന്ന് പോകുന്നുണ്ട്. അപ്പോഴാണ് നണ്ണൊരു കാര്യം ഓർമ്മ വരുന്നത്. സീന ഒരു പെൻഡ്രൈവ് കാണിച്ച് ഇതിൽ ഒരുപാട് പ്രൂഫ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി ഇത് ആ പെൻഡ്രൈവ് ആണോന്ന് അവൾക്ക് സംശയം തോന്നുന്നു. അവൾ പെട്ടെന്ന് സീനിയർ റൂമിൽ വന്ന് സെർച്ച് ചെയ്യുന്നുണ്ട് പെൻഡ്രൈവിന് വേണ്ടി. പക്ഷെ അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല. കയ്യിൽ കിട്ടിയ ആകെയുള്ള പ്രൂഫാണ്. അത് നഷ്ടമായെന്ന് പറഞ്ഞ് അവൾ ടെൻഷനിൽ സീനെ കോൾ ചെയ്യുന്നു. എന്നിട്ട് എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. പാ വന്നിരുന്നുവെന്നും നീ പ്രൂഫ് എല്ലാം ഹൈഡ് ചെയ്തിരുന്ന് ആ പെൻഡ്രൈവ് എടുത്തുകൊണ്ട് പോയെന്നും. തീയു ഈ കാര്യം അറിയുന്നു. അവൻ ഉടനെ തന്നെ അസിസ്റ്റന്റിനെ കോൾ ചെയ്യുന്നുണ്ട്. പാ ഇന്ന് കമ്പനി വന്നിരുന്നു എന്ന് അവൻ ചോദിക്കുന്നുണ്ട്. പക്ഷെ അസിസ്റ്റന്റ് ആകട്ടെ തന്റെ ബോയ് ഫ്രണ്ടുമായി ബിസിയായിരുന്നു. ഞാൻ ഓഫീസിലില്ല, വെളിയിലാണ്, അതുകൊണ്ട് എനിക്ക് അറിയില്ല എന്ന് അവൾ പറയുന്നു. എന്ത് ചെയ്യുമെന്നറിയാതെ തീ ആകെ കൺഫ്യൂസായിരിക്കുകയാണ്. അപ്പോൾ മദർ അവിടേക്ക് വരുന്നു. തന്റെ മദറിൽ നിന്ന് ഒരു കാര്യം ഹൈഡ് ചെയ്യാൻ തീ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നില്ല. സോ അവൻ എല്ലാ കാര്യങ്ങളും മദറിനോട് പറയുന്നു. പായും അവളുടെ ഹസ്ബൻഡും ചേർന്ന് നമ്മുടെ കമ്പനി ചീറ്റ് ചെയ്തെന്നും കമ്പനിയും പ്രോപ്പർട്ടിയും എല്ലാം തന്റെ സ്വന്തം പേരിലാക്കാൻ വേണ്ടിയാണ് പാ ശ്രമിച്ചെന്നുള്ള എല്ലാ കാര്യങ്ങളും അവൻ പറയുന്നു. തീ സത്യത്തിൽ പോപ്പിന്റെ ഫാദറിന്റെ മിസ്ട്രസിന്റെ മകനാണ്. പാ ഒരിക്കലും തീയെ തന്റെ ബ്രദറായിട്ട് അംഗീകരിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ തനിക്ക് കിട്ടേണ്ട പ്രോപ്പർട്ടീസ് പോപ്പ് തീക്ക് കൊടുത്തത് അവൾക്കൊട്ടും ഇഷ്ടമായിട്ടുണ്ടായിരുന്നില്ല. അത് സ്വന്തമാക്കാൻ വേണ്ടിയാണ് അവൾ ശ്രമിക്കുന്നത്. ഇവിടെ മദറിനാകട്ടെ തന്റെ മകൾ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് വിശ്വസിക്കാൻ പറ്റുന്നില്ല. തീ എനിക്ക് ഉറപ്പാണ് നിനക്ക് എന്തോ മിസ്അണ്ടർസ്റ്റാൻഡിങ് സംഭവിച്ചാണെന്ന് മദർ പറയുന്നു. ഇവിടെ പായാകട്ടെ തന്റെ ഹസ്ബൻഡിനെ കുറിച്ച് ആലോചിച്ച് ഒരുപാട് വറീഡായിരുന്നു. അവൾ അദ്ദേഹത്തിന്റെ അസിസ്റ്റന്റിനെ കോൾ ചെയ്യുന്നുണ്ട്. എന്നിട്ട് തന്റെ ഹസ്ബൻഡ് എവിടെയാണെന്ന് അറിയാമോ ചോദിക്കുന്നു. മാം, താങ്കളുടെ ഹസ്ബൻഡ് എവിടെയാണെന്ന് എനിക്കറിയില്ല. മീറ്റിങ്ങിന് പോകുന്നു പറഞ്ഞ് അദ്ദേഹം നേരത്തെ തന്നെ ഓഫീസിൽ നിന്ന് പോയെന്ന് അവൾ പറയുന്നു. പക്ഷേ സത്യത്തിൽ പായുടെ ഹസ്ബൻഡ് അസിസ്റ്റന്റ് കൂടെ ഉണ്ടായിരുന്നു. നീ ഇതിന് എന്നോട് കള്ളം പറയാൻ പറഞ്ഞത് കാര്യം എന്താണ്? നിന്റെ പ്ലാനിങ് കണ്ടിട്ട് കൺട്രി വിട്ട് പോകാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്ന പോലെ ഉണ്ട്. സത്യം പറ, നീ എവിടെ പോകാണെന്ന് അവൾ ചോദിക്കുന്നുണ്ട്. നിന്റെ ഊഹം ശരിയാണ്, ഞാൻ ഇവിടുന്ന് പോകാം. കാരണം ഞാൻ ഇപ്പോൾ പിടിക്കപ്പെടും. എന്റെ ബോസ് എന്നോട് ഇവിടുന്ന് പോകാൻ പറഞ്ഞു എന്ന് അവൻ പറയുന്നു. എന്നിട്ട് അയാൾ അവിടുന്ന് പോകാൻ തുടങ്ങുമ്പോൾ അസിസ്റ്റന്റ് പുറകെ വരുന്നുണ്ട്. കാരണം അയാളുടെ ഫോൺ അവിടെ മറന്നു വെച്ചിട്ടുണ്ടായിരുന്നു. അസിസ്റ്റന്റ് ഫോൺ കൊണ്ടുവന്ന് അയാൾക്ക് കൊടുക്കുന്നു. നിന്റെ ഈ രീതിയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം, നിന്റെ ഈ കെയറിങ് നേച്ചർ എന്ന് പറഞ്ഞ് അവൾക്ക് ഗുഡ് ബൈ കിസ് കൊടുത്ത് അവിടുന്ന് പോകുന്നു. പക്ഷേ പാ ഇതെല്ലാം കാണുന്നുണ്ട്. തന്റെ ഹസ്ബൻഡ് തന്നെ ചീറ്റ് ചെയ്യാറെന്ന് അവൾക്ക് മനസ്സിലാകുന്നു. അവൾ ഒരുപാട് സാഡ് ആകുന്നുണ്ട്. പാ നേരെ വന്ന് അസിസ്റ്റന്റ് ഡോർ നോക്ക് ചെയ്യുന്നു. ഡോർ തുറക്കുമ്പോൾ പായെ കണ്ട് അവൾ ആകെ ടെൻഷൻ ആകുന്നുണ്ട്. ഈ ടെക്നോളജി എന്ന് പറയുന്നത് എന്തുമാത്രം നല്ല കാര്യമാണ്. ആരെപ്പോൾ എവിടെയാണെന്ന് നമുക്കറിയാൻ പറ്റുമെന്ന് പാ പറയുന്നു. മാം ഉദ്ദേശിക്കുന്ന പോലെ ഒന്നുമില്ല. ബോസുമായിട്ട് എനിക്കൊരു റിലേഷനും ഇല്ലെന്ന് അവൾ പറയുന്നു. പക്ഷെ പായാകട്ടെ തന്റെ ഫ്രസ്ട്രേഷൻ മുഴുവൻ അസിസ്റ്റന്റ് തീർക്കുന്നുണ്ട്. അവൾക്ക് നന്നായിട്ട് കൊടുക്കുന്നു. ഇവിടെ പായുടെ ഹസ്ബൻഡ് വീട്ടിൽ വന്ന് രാജ്യം വിട്ടു പോകാനുള്ള പാക്കിംഗ് ചെയ്യുകയാണ്. അപ്പോൾ പാ അവിടേക്ക് വരുന്നു. ഒന്നും അറിയാത്ത പോലെ അഭിനയിച്ചുകൊണ്ട് ഹണി എവിടെ പോകാൻ പാക്ക് ചെയ്യാണെന്ന് ചോദിക്കുന്നു. ബേബി, എനിക്ക് എവിടെ പോകാൻ ആഗ്രഹമില്ല, പക്ഷെ എന്ത് ചെയ്യാനാ, ഇമ്പോർട്ടൻറ്റ് മീറ്റിംഗ് ആണ്, അറ്റൻഡ് ചെയ്തേ പറ്റൂ, അതുകൊണ്ട് പോകേണ്ടി വരികയാണെന്ന് അദ്ദേഹം പറയുന്നു. ഇതെല്ലാം കേട്ട് പായ്ക്ക് നന്നായി ദേഷ്യം വരുന്നു. അവൾ അയാളെ സ്ലാപ്പ് ചെയ്യുന്നുണ്ട്. എന്ത് ഇമ്പോർട്ടൻറ്റ് മീറ്റിംഗ്? എന്നെ ചീറ്റ് ചെയ്യാനുള്ള മീറ്റിങ്ങോ? ഞാൻ നിനക്ക് വേണ്ടി എന്തെല്ലാം ചെയ്തു? നീ പറയുന്നെല്ലാം അതുപോലെ കേട്ടു. ഞാൻ നിന്നെ കണ്ണുടച്ച് വിശ്വസിച്ചു. നിന്നോടുള്ള സ്നേഹത്തിൽ ഞാൻ ബ്ലൈൻഡ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ നീ എന്നോട് എൻ്റെ ഫാമിലി ചീറ്റ് ചെയ്യാൻ പറഞ്ഞു. ഞാൻ അത് കേട്ടു. ബിസിനസ്സിൽ അവരെ ചീറ്റ് ചെയ്തു. പ്രോപ്പർട്ടീസ് എല്ലാം എൻ്റെ പേരിലാക്കാൻ വേണ്ടി ഞാൻ ശ്രമിച്ചു. പകരമായിട്ട് നീ എന്നോട് എന്താ ചെയ്തത്? എന്നെ ചീറ്റ് ചെയ്തെന്ന് പറഞ്ഞ് അവൾ ഒരുപാട് ദേഷ്യപ്പെടുന്നു. ഹസ്ബൻഡ് ആകട്ടെ തിരിച്ച് അവളോട് ചൂടാകുന്നു.
നിന്നോട് ഞാനാണ് ഇതെല്ലാം ചെയ്യാൻ പറഞ്ഞതെന്ന് ചോദിച്ച്. ഇവരുടെ ഈ ഫൈറ്റ് ഇവരുടെ മകളായ നോ കേൾക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നോങ്ങിന്റെ ബോയ് ഫ്രണ്ടായ മേ ഉണ്ടായിരുന്നു. ഈ മേ എന്ന് പറയുന്നത് സത്യത്തിൽ അസിസ്റ്റന്റ് ബോയ് ഫ്രണ്ടാണ്. പക്ഷേ നോങ്ങിന്റെ പൈസ കണ്ട് അവളെ സ്വന്തമാക്കാനാണ് ഇവൻ ശ്രമിക്കുന്നത്. നീ ഇപ്പോൾ ഇവിടുന്ന് പോകണം, എന്റെ പേരൻസ് കാണുകയാണെങ്കിൽ ഒരുപാട് പ്രശ്നമാകുമെന്ന് നോങ് പറയുന്നു. ഇവിടെ പായാകട്ടെ നല്ല ദേഷ്യത്തിലായിരുന്നു. ഞാൻ നിന്നെ എത്രമാത്രം സ്നേഹിച്ചു, എന്റെ സ്നേഹത്തിന് എന്ത് കുറവുണ്ടായിട്ടാ നീ അസിസ്റ്റന്റുമായിട്ട് അഫെയർ സ്റ്റാർട്ട് ചെയ്തെന്ന് അവൾ ചോദിക്കുന്നുണ്ട്. ഇത്രയും നാളും ഒരു ജെന്റിൽമാനായി ആക്ട് ചെയ്തിരുന്ന പായുടെ ഹസ്ബൻഡ് തന്റെ റിയൽ ക്യാരക്ടർ വെളിയിൽ കാണിക്കുന്നു. ഞാൻ നിന്നെ ഒരിക്കലും സ്നേഹിച്ചിട്ടില്ല, നിന്റെ പണത്തെയാണ് സ്നേഹിച്ചത്. അതിനു വേണ്ടിയാണ് നിന്നെ മാരി ചെയ്തതും. നിന്റെ പ്രോപ്പർട്ടീസും ബിസിനസ് എല്ലാം സ്വന്തമാക്കാൻ വേണ്ടിയാണ് ഞാൻ നിന്നെ യൂസ് ചെയ്തത്. പക്ഷേ ഇനി എനിക്ക് നിന്നെ കൊണ്ട് ഒരു ഉപയോഗവും ഇല്ല. ഇതെല്ലാം കേട്ട് പാ ഒരുപാട് ബ്രേക്ക് ആകുന്നു. ആ പെൻഡ്രൈവിനെ കുറിച്ച് അവൾ അയാളോട് പറയുന്നുണ്ട്. എന്തുമാത്രം കഷ്ടപ്പെട്ടാണ് നിന്നെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്താൻ വേണ്ടി ഞാൻ ശ്രമിക്കുന്നത്. പക്ഷെ നീ ആകട്ടെ എന്നെ യൂസ് ചെയ്യായിരുന്നു. ഇനി നിന്റെ സത്യം ഞാൻ എല്ലാവരോടും പറയും. നിന്റെ മോളോട് പറയാൻ പോവുകയാണ് അവൾ ജീവൻ തുല്യം സ്നേഹിക്കുന്ന അവളുടെ ഫാദർ എങ്ങനെയുള്ള ആളാണെന്ന്. നിങ്ങൾക്ക് മിസ്ട്രസ് ഉള്ള കാര്യം ഞാൻ പറയാൻ പോവുകയാണെന്ന് പറഞ്ഞ് പാ പെട്ടെന്ന് നിയോന്റെ റൂമിലേക്ക് വരുന്നു. പക്ഷെ അവിടെ മേയെ കണ്ട് രണ്ടുപേരും ഷോക്ക് ആകുന്നുണ്ട്. പായുടെ ഹസ്ബൻഡ് മേയെ ഒരുപാട് അടിക്കുന്നു. എന്നിട്ട് ആദ്യമായിട്ട് തന്റെ മകളെ അടിക്കുന്നുണ്ട്. നിനക്ക് നല്ലൊരു ഫ്യൂച്ചർ ഉണ്ടാകാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും കഷ്ടപ്പെടുന്നത്, എന്നിട്ട് നീ ഇതെന്താ ചെയ്യുന്നത് ചോദിച്ച് ഒരുപാട് ദേഷ്യപ്പെടുന്നു. ഫാദർ ഉദ്ദേശിക്കുന്ന പോലെ ഒരു റിലേഷനും എനിക്ക് മേയുമായിട്ടില്ല. എനിക്ക് അദ്ദേഹത്തെ ഒരുപാട് ഇഷ്ടമാണ്. ഞാൻ സിൻസിയറായിട്ട് അദ്ദേഹത്തെ സ്നേഹിക്കുന്നുണ്ടെന്ന് അവൾ പറയുന്നു. പായുടെ ഹസ്ബൻഡിന് മേയെക്കുറിച്ച് നന്നായിട്ട് അറിയാമായിരുന്നു. നീ ഇത്രയും സിൻസിയറായി സ്നേഹിക്കുന്നു പറഞ്ഞ ഇവനെക്കുറിച്ച് നിനക്ക് എന്തറിയാം? ഇവൻ നമ്മുടെ കമ്പനിയുടെ ഒരു സാധാരണ എംപ്ലോയിയാണ്. ഇവൻ ഓൾറെഡി ഒരു ഗേൾ ഫ്രണ്ട് ഉണ്ടെന്ന് ഞാൻ കേട്ടേന്ന് പായുടെ ഹസ്ബൻഡ് പറയുന്നു. പക്ഷെ നിയോങ് ആകട്ടെ ഇതൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറല്ലായിരുന്നു. ഇവിടെ പായാകട്ടെ എല്ലാ കാര്യങ്ങളും നിയോങ്ങിനോട് പറയുന്നു. നീ ഇത്രമാത്രം സ്നേഹിക്കുന്ന നിന്റെ ഈ ഫാദറിന് ഒരു മിസ്ട്രസ് ഉണ്ട്. അവൾക്ക് വേണ്ടി നമ്മളെ എല്ലാവരും ഉപേക്ഷിച്ച് പോകാൻ തുടങ്ങുകയാണെന്ന് പാ പറയുന്നു. ഇത് കേട്ട് നിയോ ഒരുപാട് ഷോക്ക് ആകുന്നുണ്ട്. അവൾ തന്റെ ഫാദറിന്റെ കയ്യിൽ പിടിച്ച് കരഞ്ഞുകൊണ്ട് റിക്വസ്റ്റ് ചെയ്യുന്നു. പ്ലീസ് ഫാദർ, ഞങ്ങളെ വിട്ട് എവിടെയും പോകരുതെന്ന് പറയുന്നു. നിയോങ്ങിന് തന്റെ ഫാദറിനെ ഒരുപാട് ഇഷ്ടമായിരുന്നു. പക്ഷേ പായുടെ ഹസ്ബൻഡ് ആകട്ടെ നല്ല ദേഷ്യത്തിലും ഒന്നും കേൾക്കാതെ തന്നെ ലഗേജുമായി അവിടുന്ന് പോകുന്നു. ഈ സീന ക്രിറ്റിന്റെ കൂടെ പായുടെ ഹസ്ബൻഡ് ഫോൺ ട്രാക്ക് ചെയ്ത് അയാളുടെ ലൊക്കേഷൻ കണ്ടെത്തുന്നു. എന്നിട്ട് അവിടേക്ക് വരുന്നുണ്ട്. നീ ചെയ്യാൻ പോകുന്നത് ഒരുപാട് റിസ്കി ആയിട്ടുള്ള കാര്യമാണെന്ന് ക്രിറ്റ് ഓർമ്മിപ്പിക്കുന്നു. എന്റെ സിസ്റ്ററിന് വേണ്ടി എത്ര റിസ്കി കാര്യം ചെയ്യാനും ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞ് സീന റൂമിലേക്ക് വരുന്നു. പക്ഷെ അവൾ കാണുന്നത് മരിച്ചു കിടക്കുന്ന പായുടെ ഹസ്ബൻഡിന്റെ ബോഡിയാണ്. അയാളെ ഓൾറെഡി ആരോ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് കണ്ട് അവൾ ഒരുപാട് ഷോക്കാകുന്നു. ഉടനെ തന്നെ തീയെ കോൾ ചെയ്ത് കാര്യം പറയുന്നുണ്ട്. പായുടെ ഹസ്ബൻഡിനെ ആരോ ഷൂട്ട് ചെയ്യുന്നു. പക്ഷെ ആ റൂമിൽ ഗൺ പിടിച്ച് ഒരാൾ നിൽപ്പുണ്ടായിരുന്നു. സീനയ്ക്ക് നേരെ ഗൺ പോയിന്റ് ചെയ്യുന്നു. എന്നിട്ട് അവളെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. ഈ സൗണ്ട് തീയും കേൾക്കുന്നു. അവൻ ആകെ വറീഡാകുന്നുണ്ട്. സീനയുടെ ഭാഗത്തു നിന്ന് ഒരു റെസ്പോൺസും അവന് കിട്ടുന്നില്ല. ഇവിടെ ഗൺ പിടിച്ചു നിൽക്കുന്നത് മറ്റാരുമല്ല, പായായിരുന്നു. അവളാണ് സീനയെ ഷൂട്ട് ചെയ്യുന്നത്. പക്ഷേ പാ തന്നെയാണോ തൻ്റെ ഹസ്ബൻഡിനെ ഷൂട്ട് ചെയ്യുന്നത് നമുക്കറിയില്ല. കാരണം അത് കാണിച്ചിട്ടില്ല. ഷൂട്ട് ചെയ്യുന്ന സൗണ്ട് കേട്ട് ക്രിട്ട് പെട്ടെന്ന് റൂമിലേക്ക് വരുന്നു. റൂമിൽ ഈ സീൻ കണ്ട് അവൻ ആകെ ഷോക്കാകുന്നു. പായും ഷോക്കിലായിരുന്നു. അവളൊരു സൈഡിലിരുന്ന് കരയാണ്. അവൻ ഓടി സീനടുത്തേക്ക് വരുന്നു. ചെക്ക് ചെയ്യുമ്പോൾ അവൾക്ക് ശ്വാസം ഉണ്ടെന്ന് അവന് മനസ്സിലാകുന്നു. പെട്ടെന്ന് തന്നെ അവളെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകുന്നുണ്ട്. പോലീസ് മറ്റുമെല്ലാം റൂമിലേക്ക് വരുന്നു. എന്നിട്ട് പായ അറസ്റ്റ് ചെയ്യുന്നുണ്ട്. പായുടെ ഹസ്ബൻഡ് മരിച്ചിട്ടുണ്ടായിരുന്നു. അതേസമയം തീയാണ് കാണിക്കുന്നത്. ഹോസ്പിറ്റലിൽ നിന്ന് അവന് ഡിസ്ചാർജ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഫോണിൽ കൂടെ ഗണ്ണിന്റെ സൗണ്ട് കേട്ട് അവൻ ആകെ വറീഡാകുന്നു. എത്രയും പെട്ടെന്ന് സിരി എടുത്ത് പോകാനായിട്ട് അവൻ വെളിയിലേക്ക് വരുന്നുണ്ട്. ഇത് കണ്ട് ദാരിക അവനെ ബ്ലോക്ക് ചെയ്യുന്നു. നീ എന്തായി ചെയ്യുന്നത്? നിനക്കിപ്പോൾ ഏറ്റവും അത്യാവശ്യം റെസ്റ്റ് ആണെന്ന് അവൾ പറയുന്നു. ഇതൊന്നും കേൾക്കാതെ അവൻ അവിടുന്ന് പോകാൻ തുടങ്ങുമ്പോൾ അവനൊരു കോള് വരുന്നു. എല്ലാ കാര്യവും അവൻ അറിയുന്നുണ്ട്. പാ തന്റെ ഹസ്ബൻഡിനെ കൊന്നെന്നും സീനെ ഷൂട്ട് ചെയ്യുന്നും ക്രിട്ട് സിരിയെ കോൾ ചെയ്ത് എല്ലാ കാര്യങ്ങളും പറയുന്നു. സിരി ആകെ വറീഡാകുന്നുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് എൻ്റെ സിസ്റ്ററിനെ കാണണം, ഞാൻ അവിടേക്ക് വരാൻ പോകുകയാണെന്ന് അവൾ പറയുന്നു. നീ ഇപ്പോൾ അങ്ങനെ ഒന്നും ചെയ്യരുത്. ഇവിടെ വരികയാണെങ്കിൽ എല്ലാം പ്രശ്നമാകും. നീ അവിടെ ഇരുന്നാൽ മതി. ഞാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിന്നെ വിളിച്ചു പറയാമെന്ന് അവൻ പറയുന്നു. സീനിയെക്കുറിച്ച് ആലോചിച്ച് സിരി ഒരുപാട് വറീഡായിരുന്നു. ഇവിടെ സീനിയുടെ ട്രീറ്റ്മെന്റ് നടക്കുകയാണ്.
തീയും ക്രിട്ടും ധാരികയും എല്ലാവരും വെളിയിലുണ്ടായിരുന്നു. തീയുടെ ഇഞ്ചുറിയിൽ നിന്ന് ബ്ലഡ് വരുന്നത് ധാരിക കാണുന്നു. നീ പോയി നിന്റെ ട്രീറ്റ്മെന്റ് ചെയ്യാൻ അവൾ പറയുന്നുണ്ട്. പക്ഷെ തീ കേൾക്കുന്നില്ല. സിരി ഓക്കെ ആണെന്ന് അറിയാതെ ഞാൻ ഇവിടുന്ന് എവിടെയും പോകില്ല എന്ന് അവൻ പറയുന്നു. എന്നിട്ടവൻ അവിടെ നിൽക്കുന്നുണ്ട്. ഡോക്ടർ വന്ന് പേഷ്യന്റ് ഇപ്പോൾ സേഫ് ആണെന്ന് അവരോട് പറയുന്നു. അവളെ കണ്ട ശേഷം അവൾ സേഫ് ആണെന്ന് മനസ്സിലാക്കിയ ശേഷം ധാരികയുടെ കൂടെ തന്റെ ഇഞ്ചുറി ഡ്രസ് ചെയ്യാനായി തീ പോകുന്നു. സീനെ കാണാനായി ഞാൻ അവിടേക്ക് വരുന്നത് തീ കാണുന്നുണ്ട്. നീ ഇവിടെയാണെങ്കിൽ കാവനെ ആരും നോക്കുമെന്ന് അവൻ ചോദിക്കുന്നു. സ്പൈ നോക്കുമെന്ന് അവൾ പറയുന്നു. എന്തൊക്കെയാണെങ്കിലും എനിക്ക് സീനെ കാണണമെന്ന് പറഞ്ഞ് അവൾ പെട്ടെന്ന് സീനെ കാണാൻ വേണ്ടി പോകുന്നു. അപ്പോൾ ഈ കാര്യം അറിഞ്ഞ് വീട്ടുകാരും അവിടേക്ക് വരുന്നുണ്ട്. തീ എല്ലാ കാര്യങ്ങളും അവരോട് പറയുന്നു. തന്റെ ഹസ്ബൻഡിനെ കൊന്നെന്നും സീനെ ഷൂട്ട് ചെയ്യുന്നു. ഇത് കേട്ട് മദർ ആകെ ഷോക്കാകുന്നു. എൻ്റെ മകൾ ഇങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എനിക്ക് എൻ്റെ മകളെ കാണണം. എത്രയും പെട്ടെന്ന് എന്നെ അവിടേക്ക് കൊണ്ടുപോകാൻ മദർ പറയുന്നു. നെക്സ്റ്റ് സീനിൽ എല്ലാവരും പോലീസ് സ്റ്റേഷനിൽ വരുന്നു. മദർ പായെ കാണാൻ വരുന്നുണ്ട്. ഇതെല്ലാം എന്താണ്? നീ എന്തായി ചെയ്തിരിക്കുന്നത്? എനിക്ക് ഉറപ്പാണ് നിനക്കൊരിക്കലും നിന്റെ ഹസ്ബൻഡിനെ കൊല്ലാൻ പറ്റില്ല. പക്ഷേ നിന്റെ ഹസ്ബൻഡിന് വേണ്ടി ആരെ വേണമെങ്കിലും കൊല്ലാൻ നിനക്ക് പറ്റും. നീ അവനെ ഒരുപാട് സ്നേഹിക്കുന്ന കാര്യം എനിക്കറിയാം. നീ എന്താ ഇവരോട് സത്യം പറയാത്തത്? നിന്റെ ഹസ്ബൻഡിനെ കൊന്നത് നീ അല്ലെന്ന്. നിനക്ക് ഒരു മകളുള്ള കാര്യം നീ മറക്കരുത്. നീ ഇവിടെയാണെങ്കിൽ നിന്റെ മകളെ ആരും നോക്കുമെന്നെല്ലാം മദർ ചോദിക്കുന്നു. തന്റെ മകളെക്കുറിച്ച് കേൾക്കുമ്പോൾ ഒരുപാട് കരയുന്നുണ്ട്. പക്ഷെ എന്നിട്ടും ആ റൂമിൽ എന്താ സംഭവിച്ചെന്ന കാര്യം ഇവൾ ആരോടും പറയുന്നില്ല. ഹസ്ബൻഡിനെ കൊന്നത് താൻ തന്നെയാണോ അതോ മറ്റാരെങ്കിലും ആണോ? ഈ കാര്യങ്ങളൊന്നും അവളൊന്നും പറയുന്നില്ല. ഈ സീനിൽ തന്റെ ഫാദർ മരിച്ചെറിഞ്ഞ് നിയോ ബോഡി കാണാൻ വരുന്നു. തന്റെ ഡാഡി മരിച്ചു കിടക്കുന്ന കണ്ട് അവൾ ഒരുപാട് കരയുന്നുണ്ട്. താങ്കൾക്ക് എങ്ങനെ തോന്നി എന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് പോകാൻ? താങ്കൾ ഇല്ലാതെ ഒരു നിമിഷം പോലും എനിക്ക് ജീവിക്കാൻ പറ്റില്ലെന്ന് അറിയാവുന്ന എല്ലാവരൊക്കെ ചോദിച്ച് ഒരുപാട് കരയുന്നു. അവളുടെ ഗ്രാൻഡ് മദർ അവളെ സമാധാനിപ്പിക്കുന്നുണ്ട്. ഈ സീനിൽ ആന്റി സിരിയുടെ റൂമിലേക്ക് വരുന്നു. പക്ഷെ അവളെ അവിടെയും കാണുന്നില്ല. അവിടെ മുഴുവൻ ആന്റി സിരിയെ അന്വേഷിക്കുന്നുണ്ട്. ആൻഡ് ക്രിട്ടിനെ കോൾ ചെയ്ത് കാര്യങ്ങളെല്ലാം പറയുന്നു. ഇവിടെ മുഴുവൻ ഞാൻ സിരിയെ അന്വേഷിച്ചു, പക്ഷെ എവിടെയും കാണുന്നില്ല എന്ന് പറയുന്നുണ്ട്. ആൻഡ് പറയേണ്ട ആവശ്യമില്ല. സിരി എവിടെ കാണുമെന്ന് എനിക്കറിയാമെന്ന് ക്രിട്ട് പറയുന്നു. തന്റെ സിസ്റ്റർ ഇങ്ങനെ കിടക്കുമ്പോൾ സിരി എങ്ങനെ വരാതിരിക്കും? അവൾ വന്നിരിക്കുന്നത് ഹോസ്പിറ്റലിലാണ്. കൗണ്ടറിൽ വന്ന് സീന ഏത് ഫ്ലോറിലാണെന്ന് ചോദിക്കുന്നുണ്ട്. നുട്ടും ധാരികയും അപ്പോൾ ആ വഴി പാസ് ചെയ്യുന്നു. സിരിയെ പെട്ടെന്ന് ഹൈഡ് ചെയ്യുന്ന കാരണം ഇവർ രണ്ടുപേരും സിരിയെ കാണുന്നില്ല. സീനയെ കാണാനായി സിരിയെ നടന്നു വരുമ്പോൾ തന്റെ ഫാദർ മരിച്ച ദുഃഖത്തിൽ നിയോ കരയുന്നത് അവൾ കാണുന്നുണ്ട്. തന്റെ പേരൻസ് മരിച്ച ആ ഇൻസിഡന്റ് സിരി ഓർക്കുന്നു. ഒരു ആക്സിഡന്റിലാണ് സിരിയുടെ പേരൻസ് മരിക്കുന്നത്. അന്ന് രണ്ട് സിസ്റ്റേഴ്സും പ്രോമിസ് ചെയ്യുന്നുണ്ടായിരുന്നു, എന്തൊക്കെ വന്നാലും നമ്മൾ പരസ്പരം എന്നും സപ്പോർട്ട് ചെയ്യുമെന്നും എന്നും സ്നേഹിക്കുമെന്നും. ഈ കാര്യങ്ങളെല്ലാം അവൾ ഓർക്കുന്നു.